അടുത്ത സാമ്പത്തിക വർഷത്തിന് മുന്നോടിയായി കൗൺസിൽ സബ് കമ്മിറ്റി രൂപീകരിച്ച് മുഴുവൻ കുന്നംകുളത്തെ നഗരസഭാ കെട്ടിടങ്ങളുടെ ഭൗതിക സാഹചര്യവും കച്ചവട സൗഹാർദ്ദ അന്തരീക്ഷവും പരിശോധിക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. കെട്ടിടങ്ങളുടെ വാടക ഇനത്തിലും ലൈസൻസ് ഫീസിലും 5% വർധനവ് വരുത്തണമെന്ന് നഗരസഭാ സെക്രട്ടറിയുടെ കുറിപ്പ് ചർച്ചയ്ക്കെടുത്തപ്പോൾ വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷാണ് ആവശ്യമുന്നയിച്ചത്. വർധനവിന് മുൻപായി മുഴുവൻ കെട്ടിടങ്ങളും പരിശോധിച്ച് ആവശ്യമായവയിൽ മാത്രമേ വർധനവ് നടത്താവൂ എന്നും സുരേഷ് ആവശ്യപ്പെട്ടു. തുടർന്നാണ് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ മുഴുവൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരെയും രാഷ്ട്രീയ കക്ഷി നേതാക്കളെയും ഉൾപ്പെടുത്തി സബ് കമ്മിറ്റി രൂപീകരിച്ചത്. നഗരസഭയുടെ ആധുനിക അറവുശാലയുടെ നിർമ്മാണത്തിന് 7 കോടിയുടെ പദ്ധതിക്ക് അംഗീകാരം നൽകി കിഫ്ബിക്ക് സമർപ്പിക്കാനും യോഗം തീരുമാനിച്ചു. വനിതാ സംരംഭങ്ങൾക്ക് 13,84,503 രൂപ സബ്സിഡിയായി അനുവദിക്കും. 5 സംരംഭങ്ങൾക്കായാണ് തുക നൽകുക. ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് നടത്തുമ്പോൾ കിടപ്പുരോഗികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇവരുടെ വീടുകളിലെത്തി ഇവ നിർവഹിക്കുന്നതിനുള്ള അവസരമൊരുക്കാനും യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർമാൻ സൗമ്യ അനിലൻ, PM സുരേഷ്, T സോമശേഖരൻ, AS സുജീഷ്, KK മുരളി, ഗീതാ ശശി, ബിജു C ബേബി, ഷാജി ആലിക്കൽ, ലബീബ് ഹസൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കുന്നംകുളം.